Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyanur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ മുമ്പിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഇന്ത്യ-US കരാർ തീരുമാനിക്കുന്നത് ട്രംപാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വെള്ളൂർ പ്രിയദർശിനി കലാവേദിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളൂർ പ്രിയദർശിനി കലാവേദിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. അമേരിക്കയുടെ മുൻപിൽ മുട്ടുവിറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഇന്ത്യ-US കരാർ തീരുമാനിക്കുന്നത് ട്രംപാണെന്നും അതേക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കാൻ കഴിയില്ലെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നിപ്പോ നമുക്കറിയാം, അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമറച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എന്ന് തിരിച്ചു പറയാൻ അറിയാത്ത ഒരാൾ. ഇന്ത്യ-US കരാർ ട്രംപാണ് തീരുമാനമെടുത്തത്. അതിന്റെ വിശദാംശങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിന് അറിയില്ല. രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കിയ രണ്ടുപേരും കരാറിന്റെ വിശദാംശങ്ങൾ അറിയണ്ടേ? ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതി കരാർ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കുമ്പോൾ രണ്ട് രാജ്യവും വിശദമായി സംസാരിച്ച്, ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ച്, നിയമപരമായ പരിശോധന നടത്തി രണ്ട് രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ സമ്മതിക്കുമ്പോഴല്ലേ എഗ്രിമെന്റ് ഉണ്ടാകുന്നത്. ഇത് ഏകപക്ഷീയമായ ഒരു എഗ്രിമെന്റ് രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇന്ദിരാഗാന്ധി സ്തൂപം അനാച്ഛാദനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ചു. KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ AP നാരായണൻ, MK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി EP ശ്യാമള, DCC മെമ്പർ VC നാരായണൻ, KT ഹരീഷ്, KK ഫൽഗുനൻ, KK രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രിയദർശിനി കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, വിവിധയിനം കലാപരിപാടികൾ, കരോക്കെ, ഗാനമേള എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തിളങ്ങി പയ്യന്നൂർ കോത്തായിമുക്കിലെ നേഹ. നിരവധി മത്സരത്തിൽ പങ്കെടുത്ത് കലാതിലകം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് പയ്യന്നൂർ കോളേജ് ബിരുദ വിദ്യാർത്ഥിയായ നേഹ. അതിമനോഹരമായ ഈ ഹിന്ദുസ്ഥാനി സംഗീതം ആലപിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകമായ പയ്യന്നൂർ കണ്ടോത്തെ നേഹയാണ്. പയ്യന്നൂർ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് നേഹ. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നേഹ, ഏതൊക്കെ ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഏതൊക്കെ ഐറ്റത്തിലാണ് പ്രൈസ് ലഭിച്ചത്? ഞാൻ ആക്ച്വലി 8 ഐറ്റത്തിനാണ് പങ്കെടുത്തത്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ഉറുദു പദ്യം, ഹിന്ദുസ്ഥാനി സംഗീതം, അതുപോലെ സംസ്കൃതം പദ്യം, ഉറുദു പദ്യം, കന്നഡ പദ്യം, പിന്നെ മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ്. ഇതിനൊക്കെയാണ് പങ്കെടുത്തത്. എപ്പോൾ മുതലാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ആക്ച്വലി കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഉണ്ട്. ഹിന്ദുസ്ഥാനി ഗസൽ, അതുപോലെ ഉറുദു പദ്യം, ഇതൊക്കെ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം കലോത്സവം ആകുമ്പം കുറച്ചും കൂടി അതുണ്ട്. അങ്ങനെ. മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാതിലകമായിട്ടുണ്ടോ? ഇപ്പോൾ കലാതിലകം ഇല്ലല്ലോ. അപ്പം സ്റ്റേറ്റിൽ ഏറിയിട്ടുണ്ട്, സ്റ്റേറ്റിൽ ഫസ്റ്റ് ആവാറുണ്ട്. അങ്ങനെ. ഈ ഒരു സംഗീതത്തിലേക്കുള്ള താല്പര്യം എപ്പോൾ മുതലാണ് തുടങ്ങിയത്?
ഞാൻ ചെറുതാകുമ്പോൾ മുതൽ എൻ്റെ അമ്മയും അച്ഛനും എന്നെ പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇല്ല ഒരു ടീച്ചറുണ്ട്, തുളസി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്, KPK തുളസി ടീച്ചർ. ആക്ച്വലി മുൻ വർഷത്തെ കലാതിലകമായിരുന്നു. അപ്പോൾ ടീച്ചർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചർ മാത്രമല്ല, എല്ലാവരും കോളേജിലാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവരെല്ലാവരും ഇങ്ങനെ എപ്പോഴും കലോത്സവത്തിന് കൂടാനും പ്രൈസ് വാങ്ങാനൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിജയം ആർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്? അത് ആക്ച്വലി കുറേ പേരുണ്ട്, കുറേ പേരോട് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ അച്ഛനമ്മ, എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ മനോജ് മാഷ്, എൻ്റെ ടീച്ചർ തുളസി ടീച്ചർ, അതുപോലെ എൻ്റെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന എൻ്റെ വേണു മാഷ്, എൻ്റെ ആദ്യത്തെ ഗുരു ജയമാഷ്, എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഈ ഒരു കർണാടക സംഗീതം, ഉറുദു ഗസലൊക്കെ തിരഞ്ഞെടുക്കാനുള്ള, ഇതുപോലുള്ള വ്യത്യസ്തമായ ശൈലികൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? ഉറുദു പദ്യം അതുപോലെ ഗസൽ ഞാൻ സെലക്ട് ചെയ്തത് തുളസി ടീച്ചർ പറഞ്ഞിട്ടാണ്. ഉറുദു പദ്യം ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല, ഗസലായിരുന്നു. അപ്പം ഗസൽ പഠിപ്പിക്കാൻ വന്ന മാഷുണ്ട്, മാഷ് എന്നെ നിർബന്ധിച്ചു, നീ ഉറുദു പദ്യം എടുത്തു നോക്ക്, അടിപൊളിയാവും എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എടുത്തു നോക്കാം, അങ്ങനെ തുടങ്ങിയതാണ്. ഏറ്റവും പ്രിയപ്പെട്ട സംഗീത ശൈലി ഏതാ? കർണാട്ടിക്കാണ് കുഞ്ഞുനാൾ മുതൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി. ഇൻസ്റ്റഗ്രാമിൽ 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കലാതിലകമായി അതൊക്കെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്ന് എല്ലാവരെയും അറിയിച്ചു. എങ്ങനെയായിരുന്നു എല്ലാവരുടെ പ്രതികരണം? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കലാതിലകമായത്. അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവരും കുറേ പേര് കലോത്സവത്തിൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ പേര് വിളിച്ച് അറിയിച്ചു, ഒരുപാട് സന്തോഷം. ഭാവിയിൽ ഏത് തരത്തിൽ കലാകാരിയായിട്ട് അറിയപ്പെടാനാണ് താല്പര്യം? ഭാവിയിൽ എനിക്കൊരു റിയാലിറ്റി ഷോയിൽ പോകണം എന്ന് എനിക്കുണ്ട്. എനിക്ക് സ്റ്റാർ സിംഗർ പോലെയുള്ള റിയാലിറ്റി ഷോസിൽ പോകണമെന്നുണ്ട്. അതുപോലെ എനിക്കൊരു പ്ലേബാക്ക് സിംഗർ ആവണം എന്നുണ്ട്. ഞാൻ തുറന്നു മയിൽ പീലി പോലെ നിന്നോർമകളിൽ അടച്ചിട്ട പടിവാതിൽ ഞാൻ തുറന്നു മയിൽ പീലി പോലെ നിന്നോർമകളിൽ മറവിലേക്കയായി പടിപ്പുരവാതിലിൽ ഞാനിരുന്നു. ഓക്കെ, എന്തായാലും നേഹ കലാരംഗത്ത് പയ്യന്നൂരിൻ്റെ ഭാവി വാഗ്ദാനമായി മാറട്ടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പ്രവൃത്തി ടെൻഡർ ചെയ്ത പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് M. വിജിൻ MLA. അടിപ്പാത നിർമ്മാണത്തിന് 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് 6 മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. അടിപ്പാത നിർമ്മാണത്തിന് 7 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക. പ്രവൃത്തിക്ക് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് നേരത്തെ അടച്ചിരുന്നു. തുടർന്നാണ് ടെൻഡർ നടപടിയിലേക്ക് കടന്നത്. അടിപ്പാതയുടെ നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അടിപ്പാതയിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്പണി എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർവഹിക്കുക. അടിപ്പാത പൂർത്തിയായാൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. അടിപ്പാത വേഗത്തിൽ നടപ്പിലാക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും M. വിജിൻ MLA പറഞ്ഞു. ദീർഘകാലത്തെ ഒരു ആവശ്യം, പ്രത്യേകിച്ച് മാടായി മാട്ടൂൽ പഞ്ചായത്തിലുള്ള ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് നമുക്കറിയാം നിലവിലുള്ള അണ്ടർപാസിനെയാണ്. ഇത് വലിയ ഗതാഗത കുരുക്കാണ് ആ മേഖലകളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നത് ദീർഘകാലത്തെ നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് പരിഹാരമുണ്ടാവുകയാണ്. നേരത്തെ തന്നെ റെയിൽവേയുടെ ഉന്നതമായ ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിച്ച് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റും കാര്യങ്ങളും തയ്യാറാക്കി. എന്നാൽ റെയിൽവേ അതിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ചെയ്യാൻ തയ്യാറല്ല എന്ന് അറിയിച്ചു. പിന്നീട് റെയിൽവേയുടെ ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഫണ്ട് തരികയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ
റെയിൽവേ മേൽനോട്ടം വഹിച്ചു കൊള്ളാം എന്ന് നമുക്ക് മറുപടി നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ റെയിൽവേയുടെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായും PWD മിനിസ്റ്ററുമായും കാര്യങ്ങൾ സംസാരിച്ച് സംസ്ഥാന ബജറ്റിൽ 6 കോടി രൂപ MLAക്ക് ഓരോ വർഷവും നൽകുന്ന വിഹിതത്തിൽ 6 കോടി രൂപ അത് കല്യാശ്ശേരിക്ക് വേണ്ടി ഈ അണ്ടർപാസിന് അനുവദിച്ചു. അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്ധു പടോളിയെ. 1 അല്ല 4 പുരസ്കാരങ്ങളാണ് കുഞ്ഞിമംഗലം സ്കൂളിലെ NSS യൂണിറ്റിനെ തേടിയെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്ധു പടോളി എന്ന സിന്ധു ടീച്ചറെ. കാര്യങ്ങൾ ചോദിച്ചറിയാം. ടീച്ചറെ, ഇരട്ടി മധുരമാണല്ലേ ലഭിച്ചിരിക്കുന്നത്? ഈ ഒരു അവാർഡ് മാത്രമല്ല, കുട്ടികൾക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ടോട്ടല് 4 അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച യൂണിറ്റ്, NSS യൂണിറ്റ്, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള മികച്ച പ്രോഗ്രാം ഓഫീസർ, മികച്ച വളണ്ടിയർ, റീജിയണൽ തലത്തിൽ മികച്ച വളണ്ടിയർ, അങ്ങനെ 4 അവാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവാർഡ് കിട്ടിയ മൊമെന്റ് ഒന്ന് വിശദീകരിക്കാം. അവാർഡ് കിട്ടിയ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷമായി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള മികച്ച യൂണിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് ഒരു കുട്ടിക്ക് വീടെടുത്ത് കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന സെറിബ്രൽ പാൾസി രോഗ അവസ്ഥയിലുള്ള ഒരു അതിഥി തൊഴിലാളി കുടുംബത്തിലെ കുഞ്ഞിന് നമ്മൾ വീടെടുത്ത് കൊടുത്തു. വളരെ കഷ്ടസ്ഥിതിയിലായിരുന്നു. നമ്മൾ പോകുമ്പോൾ കുട്ടീനെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു താമസം. അതുകൊണ്ട് അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു വീടെടുത്ത് കൊടുത്തു. പിന്നെ 3 വർഷം തുടർച്ചയായിട്ട് നെൽകൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാമപുരം പുഴയോരത്ത് കണ്ടൽ വനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ഇടപെടലുകൾ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ 3 വർഷമായിട്ട് നമ്മൾ സ്കൂളിലായാലും പുറത്ത് പിന്നെ നാട്ടിലായാലും കുഞ്ഞിമംഗലം പഞ്ചായത്തിലായാലും നല്ല പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനയോടൊപ്പം 3 വർഷവും തുടർച്ചയായി വളണ്ടിയർമാർ ഓരോ വർഷവും 10 വീടുകൾ വീതം കയറി ഇറങ്ങി കുഞ്ഞിമംഗലം പഞ്ചായത്തിലുള്ള മുഴുവൻ വീടുകളും വളണ്ടിയർമാർ കയറി ഇറങ്ങുകയും ഹരിതകർമ്മ സേനയുടെ കൂടെ തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ഞങ്ങളുടെ യൂണിറ്റും അതിനോട് അനുബന്ധിച്ച് ചെയ്യുകയും അപ്പോൾ കുഞ്ഞിമംഗലം പഞ്ചായത്ത് വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും അതുമാത്രമല്ല നല്ല മികച്ച യൂണിറ്റിനുള്ള അവാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശുചിത്വ അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും സിന്ധു ടീച്ചർ കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിനും ഈ നാടിനും തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കർഷക തൊഴിലാളി യൂണിയൻ വലിയ പറമ്പ് നോർത്ത് സൗത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പടന്നക്കടപ്പുറം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കണമെന്ന ആവശ്യം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം നടത്തിയ മാർച്ചിൽ യൂണിയൻ ഉന്നയിച്ചു. വലിയ പറമ്പ് നോർത്ത് സൗത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പടന്നക്കടപ്പുറം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. C. നാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി C. ഭരതൻ, KV രാജീവൻ, C. വിജയൻ, TK രമ്യ, PV സീമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാപ്പിനിശ്ശേരി മേൽപ്പാലം പ്രവൃത്തി നടക്കുന്നതിനാൽ ചരക്ക് ലോറികൾക്കും മറ്റും KSTP റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും നിയന്ത്രണം ലംഘിച്ച് വാഹനങ്ങൾ ഇതുവഴി കടന്നുവരുന്നത് കണ്ണപുരം ചൈനാക്ലേ റോഡ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസിനെ നിയമിക്കാത്തതും യാത്രക്കാർക്ക് ദുരിതമാകുന്നു. KSTP റോഡിൽ വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നുവരികയാണ്. പിലാത്തറയിൽ നിന്നും പഴയങ്ങാടി വഴി കണ്ണപുരം റെയിൽവേ ഗേറ്റ് വഴിയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് ചൈനാക്ലേ റോഡിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ആംബുലൻസ് ഉൾപ്പെടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെടുകയാണ്. ടാങ്കർ ലോറികളും മറ്റ് ചരക്കു വാഹനങ്ങളും ചൈനാക്ലേ ഗേറ്റ് വഴി കടന്നുപോകുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു.
ഗതാഗതക്കുരുക്ക് കാരണം ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഉയരക്കൂടുതലുള്ള ചരക്കുവാഹനം കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റിലെ ഹൈറ്റ് ഗേജിൽ കുടുങ്ങാൻ കാരണമാകും. റോഡരികിലെ ഇലക്ട്രിക് സർവീസ് കേബിളും ഇന്റർനെറ്റ് കേബിളുകളും വാഹനമിടിച്ച് തകർന്നിട്ടുണ്ട്. വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസ് ഇല്ലാത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വളരെ മുൻകരുതലോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. കാരണം ദീർഘദൂര വാഹനങ്ങളാണ് ഈ ഇതുവഴി പാപ്പൻശ്ശേരിയിലേക്ക് വിടാതെ ഈ ധർമ്മശാല റോഡിലേക്ക് തിരിച്ചുവിടുന്നത്. അതുകൊണ്ട് ആളുകൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതിന് അടിയന്തര പരിഹാരം നേടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. அப்போ ഈ ரோடு க்ளோஸ் ஆகினா இங்கேருந்து ஏது வண்டி இப்போ ஒரு பாடு பெரிய நார்த் வண்டி எல்லாம் வருது. நார்த்லேருந்து ஒரு பாடு ரோடு இதுகிட்ட என்ன வண்டி வரும்போது இதில் போகுது அதில் போகலான்ட்டு இங்கே ஆள்காட்டு எல்லாம் ஒரு சங்கடமாக இருக்குது. அப்போ இங்கே போலீஸ் யாரும் நிற்கிறது இல்லை. ஏதேதோ சம்பவத்துக்கெல்லாம் போலீஸ் போகுது. இவ்வளோ நிற்கணுமில்ல, இவ்வளோ நின்று அவருக்கெல்லாம் வழியை ஆக்கணுமில்ல. ஒன்றும் இல்லை, ஒரு இது இல்லை. ஒரு பாடு டிராஃபிக் ஆகுது. ஆட்டோக்காருக்கு டிராஃபிக், பஸ்ஸுக்கு டிராஃபிக், இதாக காருக்கு நோக்கம் இந்தா எத்தனை வண்டி ഇത് ഈ സമയത്തിൽ ഇന്ന് രാത്രി വന്നാൽ இன்னும் ജാസ്തി இருக்குது. ദേശീയപാതയിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ അതുവഴി കടന്നു പോകാൻ നടപടി ഉണ്ടാകണം. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ചൈനാക്കളെ റോഡിൽ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പോലീസ് കാവലിൽ ഒരു ബുൾബുൾ പക്ഷി കുടുംബം. പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിൽ വിരിഞ്ഞത് അപൂർവ സ്നേഹക്കാഴ്ച. ഓഫീസിനുള്ളിലെ ട്യൂബ് ലൈറ്റിന് മുകളിലാണ് ബുൾബുൾ പക്ഷികൾ പോലീസുകാരുടെ സ്നേഹത്തണലിൽ കൂടൊരുക്കി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിരിക്കുന്നത്. സഹജീവി സ്നേഹത്തിന് ഉത്തമ മാതൃകയാവുകയാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ. തങ്ങളിൽ വിശ്വാസമർപ്പിച്ച പക്ഷി കുടുംബത്തിന് ഡ്യൂട്ടിക്കിടയിലും കാവലാണ് ഇവിടുത്തെ പോലീസുകാർ. സാധാരണയായി പോലീസ് സ്റ്റേഷനുകൾ ആളും ബഹളവും പരാതിക്കാരും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഇടമാണ്. എന്നാൽ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തുന്നവർ ഇപ്പോൾ ഒരൽപ്പം ശബ്ദം കുറച്ചേ സംസാരിക്കാറുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഈ നിയമപാലകർക്കിടയിൽ ഇപ്പോൾ സുരക്ഷിതമായി കഴിയുന്നത് 2 ബുൾബുൾ പക്ഷികളും അവരുടെ കുഞ്ഞുങ്ങളുമാണ്. തങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം തന്നെയായിരുന്നു ഈ പക്ഷികൾ തങ്ങളുടെ കൂടുകൂട്ടാനായി തിരഞ്ഞെടുത്തത്. ഓഫീസിനുള്ളിലെ ട്യൂബ് ലൈറ്റിന് മുകളിലാണ് ബുൾബുൾ ജോഡികൾ കൂടൊരുക്കിയിരിക്കുന്നത്. മനുഷ്യരുടെ സാന്നിധ്യം ഭയക്കാതെ പോലീസുകാരുടെ സ്നേഹത്തണലിലാണ് ഈ അമ്മപ്പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിരിക്കുന്നത്. ഓഫീസിനുള്ളിൽ ഈ പറവകൾക്ക് ലഭിക്കുന്നത് അതിയായ പരിഗണനയാണ്. ട്യൂബ് ലൈറ്റിന് മുകളിൽ കൂടുകൂട്ടിയതിനാൽ പക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഒരു 3 ആഴ്ചയോളമായി ഈ പക്ഷി ഇവിടെ കൂട് കെട്ടിയിട്ട് അച്ഛനും അമ്മയും ഉണ്ട്. 2 അച്ഛനും അമ്മയും കൂടിയിട്ട് രാവിലെ മുതൽ മാറി മാറി ഇടയ്ക്കിടെ ആഹാരമായിട്ട് വരും, പിന്നെ കൊടുക്കും. ഇതിന് മുന്നേ കഴിഞ്ഞ മാസം ഇതേ പക്ഷികളെല്ലാം നമ്മളെ ഓഫീസിൽ പുറത്ത് നമ്മൾ ചെറിയ മുകളിൽ കൂട് കിട്ടിയിരുന്നു. അതും 2 മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി ആയപ്പോൾ കാക്ക വന്ന് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് സേഫ് എല്ലാം തോന്നിയതുകൊണ്ട് ആയിരിക്കാം അത് ഓഫീസിന് ഉള്ളിലേക്ക് കയറി അവിടെ സേഫായിട്ട് ഇവിടെ കൂട് കെട്ടി. ഇപ്പോഴും ഈ കാക്കയുടെ ശല്യം ഉണ്ട്. കാക്ക ഈ കുഞ്ഞിപ്പക്ഷി ഇന്ന് മുതൽ പറക്കാൻ തുടങ്ങുമ്പോൾ കാക്ക പിന്നാലെ വരുന്നുണ്ട്. നമ്മൾ ഓരോരാളും മാറി മാറി നിന്നിട്ട് ഇതുവരെ സേഫാക്കിയിട്ട് പോയിരുന്നു. കാക്കയുടെ ശല്യമുണ്ട്, നായർ ശല്യമുണ്ട്. ഇവിടെ നമ്മളിവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിവിടെ ഈ പക്ഷികൾക്ക് വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുന്ന സംവിധാനമുണ്ട്. നമ്മുടെ മതിലിൻ്റെ മുകളിൽ പാത്രങ്ങൾ വെച്ച് വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. ഈ വർഷവും തുടങ്ങാനായി. അമിതമായി ചൂടൊഴിവാക്കാൻ പക്ഷിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാനും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന്റെ സ്നേഹക്കരുതലുമായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനും മറ്റും ഇടയ്ക്കിടെ വന്നു പോകുന്നത് ആൺപക്ഷിയാണ്. ഉദ്യോഗസ്ഥരുടെ നിരന്തര സാന്നിധ്യം ഈ പക്ഷികളെ ഭയപ്പെടുത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്.
2 കുഞ്ഞുങ്ങൾക്കും ചിറകുമുളച്ചതോടെ ആകാശത്തേക്ക് പറന്നുയരാൻ പരിശീലിക്കുകയാണിപ്പോൾ. വാനിലേക്ക് ചിറക് വിടർത്തി പറന്നു പോകുന്നതുവരെ ഈ കിളികുടുംബത്തിന് പോലീസ് കാവൽ തുടരും. നന്മയുടെയും കരുണയുടെയും ഈ വാർത്ത നൽകാൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ കൂക്കാനം ക്ഷേമാലയം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും പഠന സാമഗ്രികളും വിതരണം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന COA കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് COA പയ്യന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ, പുത്തൂർ, കൂക്കാനം ക്ഷേമാലയം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും പഠന സാമഗ്രികളും വിതരണം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന പുതിയ കാലത്തിൻ്റെ ഏറ്റവും മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളെയാണ് കേബിൾ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകർ ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. കരിവള്ളൂരിലെ ഈ ബഡ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയെല്ലാം അവർക്കാവശ്യമായിട്ടുള്ള കളിക്കോപ്പുകളും മറ്റെല്ലാം നൽകിക്കൊണ്ട് അവരോടൊപ്പം ചിരിച്ചും കളിച്ചും ആടിയുമെല്ലാം ഇന്നത്തെ ദിവസം ചെലവഴിക്കാനാണ് ഈ വരുന്ന ടീമുകളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ സംഘടനയുടെ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ P. രമേശൻ സൂചിപ്പിച്ചു. ചടങ്ങിൽ കരിവെള്ളൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിനി കെ, പഴയങ്ങാടി സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PP. ഷിജു, ബഡ്സ് സ്കൂളിലെ അധ്യാപികമാരായ ദീപിക A, ഷീജ MV, COA ഭാരവാഹികളായ സൗത്ത് മേഖലാ പ്രസിഡന്റ് പുരുഷോത്തമൻ K, സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ V, മേഖലാ ട്രഷറർ വിനോദ് കുമാർ PV, മേഖലാ സെക്രട്ടറി രഞ്ജിത്തൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ VV, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഭാത് കുമാർ KV, മനോജ് കുമാർ CP, സതീഷ് കുമാർ MP എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അനുബന്ധമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസത്തിനായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായുള്ള ഏരിയാതല പ്രചരണ വാഹനജാഥ തുടങ്ങി. കോത്തായിമുക്കിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TV. രാജേഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായുള്ള ഏരിയാതല പ്രചരണ വാഹനജാഥ തുടങ്ങി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം MK മോഹനൻ ജാഥ ലീഡറും AITUC ജില്ലാ സെക്രട്ടറി P. ലക്ഷ്മണൻ ഡെപ്യൂട്ടി ലീഡറുമായ ജാഥ കോത്തായിമുക്കിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TV. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിത്ത് യഥാർത്ഥത്തിൽ വലിയ വലിയ കമ്പനികൾ, കോർപ്പറേറ്റുകൾ കൈയടക്കും. അവ വിത്തിന്റെ അവകാശം കർഷകരിൽ നിന്ന് പരിപൂർണമായും കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോകും. അങ്ങനെ വിത്തും വില കൂടിയ വസ്തുവായി മാറും. അവ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കുന്നതാണ് വിത്ത് ബിൽ. ആ വിത്ത് ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. പിന്നെ LICയുടെ സംസ്ഥാന ഏജൻസ് അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിയാണ് ജാഥ നയിക്കുന്നത്. ഈ ജാഥയിലെ ഈ പണിമുടക്കിലെ മറ്റൊരു പ്രധാന മുദ്രാവാക്യം ധനകാര്യ മേഖലയിൽ 100% FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണം. C. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KK ഗംഗാധരൻ, KK കൃഷ്ണൻ, KV ബാബു, KV ഭവാനി, P. ഷിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡോക്ടർ KP മാലതി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. അന്നൂർ ശാന്തിഗ്രാം സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം, അന്നൂർ കേളപ്പജി സ്മാരക വില്ലേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു.
പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം മേധാവിയും അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തക സമിതി അംഗവുമായിരുന്ന ഡോക്ടർ KP മാലതി രചിച്ച ഋതം വദിഷ്യാമി പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഞാൻ പലപ്പോഴും ഈ മലയാള പുസ്തകങ്ങൾക്കുള്ള ഒരു പ്രശ്നം, ഇംഗ്ലീഷ് പബ്ലിക്കേഷൻസിന് നല്ല എഡിറ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാർക്കെല്ലാം അവരുടെ പബ്ലിക്കേഷൻ ഉണ്ട്, അവർക്ക് സ്വന്തമായി എഡിറ്റേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ എഡിറ്റേഴ്സും എഴുത്തുകാരും തമ്മിൽ വഴക്കിടും. പക്ഷെ ചിലപ്പോൾ 100-200 പേജൊക്കെ ഒരു വ്യക്തി മാറ്റി നല്ല എഡിറ്റേഴ്സ്. മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയുന്നത് നല്ല എഡിറ്റർമാരില്ല. മിക്കവാറും എഴുത്തുകാരെ ആരെങ്കിലും എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ചിലർ വാരി വലിച്ചിരുന്നു, ചിലപ്പോൾ റീഡബിലിറ്റി ഉണ്ടാവില്ല. ഈ പുസ്തകത്തിൽ ആ കുറവുകളൊന്നുമില്ല. കൃത്യമായി സ്വയം എഡിറ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ്. N. പ്രശാന്ത് IAS പുസ്തകം ഏറ്റുവാങ്ങി. K. രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CV വിനോദ്കുമാർ, ജയൻ ചേർത്തല, CK ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ KP മാലതി എഴുത്തനുഭവം പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് പയ്യന്നൂർ ഏരിയ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VK ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, പൊതുമേഖല സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക തുടങ്ങി 13 മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് പയ്യന്നൂർ ഏരിയ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VK ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ ചേർന്ന കൺവെൻഷൻ 13 മുദ്രാവാക്യങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണിമുടക്കത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന 4 ലേബർ കോഡുകളാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ എന്ന് നമ്മൾ പറയപ്പെടുന്ന ലേബർ കോഡുകൾ അത് നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, KV ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി N. കൃഷ്ണൻ, OK വിനീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേരൂർ UP സ്കൂൾ ശതാബ്ദി ആഘോഷം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. പേരൂർ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയുമായ KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇത് മൂന്നും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്തമായ തലമുറകൾക്ക് അവരുടെ ഭൂതകാലത്തെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും, വർത്തമാനകാലത്തെ കുറിച്ചും പറയാനുണ്ടാവും, ഭാവിയെ കുറിച്ചും അവർക്കുള്ള സങ്കല്പങ്ങളും പ്രതീക്ഷകളും വ്യത്യസ്തമായിരിക്കാനാണ് സാധ്യത. അതിന് നമ്മൾ പൊതുവായ അർത്ഥത്തിൽ ഇന്ന് തലമുറകൾ തമ്മിലുള്ള വിടവ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്. കൊച്ചുകുട്ടികൾ ചെയ്യുന്ന കാര്യം ചിലപ്പോ മുതിർന്ന തലമുറയ്ക്ക് പിടിക്കില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുതിർന്നവർ പറയുന്ന കാര്യം, മുതിർന്നവർ ചെയ്യുന്ന കാര്യം ഇന്നത്തെ യുവതയ്ക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ. ടി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി. MB രാജേഷ്, MP ലിബിൻ, DPCE C വിനോദ്, പ്രഥമാധ്യാപിക TV നിഷ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം AV ഷൈമ, C സത്യബാലൻ, KV ഗോവിന്ദൻ, സ്കൂൾ മാനേജർ TV നീലകണ്ഠൻ, മധു എരമം, PV രാജേഷ്, MV ഇന്ദിര, മോഹനൻ മാവില എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗസൽ സന്ധ്യയും പ്രാദേശിക കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സതീഷ് ധവാൻ സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ P. കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തിരഞ്ഞെടുക്കില്ല, കാരണം ഇതിന്റെ മികവ് കൊണ്ട് തന്നെയാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് നടക്കണം എന്ന് ഉള്ള തീരുമാനമെടുത്തതെന്ന് തോന്നുന്നു.
അതുകൊണ്ട് തന്നെ കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്താൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നെ ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ആഗോളതലത്തിൽ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ നടത്താറുണ്ട്. ശ്രീജ BN അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് VM, KK സുരേഷ് കുമാർ, പ്രദീപ് PP, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, B ഉപേന്ദ്ര ഷെണായി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ തലത്തിൽ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന അസ്മിത ലീഗ് ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്നു. ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടന്ന ജില്ലാതല ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ കായിക അഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് തിരഞ്ഞെടുത്ത 18 ഇനങ്ങളിൽ രാജ്യത്തെ ജില്ലകൾ കേന്ദ്രീകരിച്ച വിവിധ ഗെയിമുകളിൽ അസ്മിത ലീഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു വരുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും യൂത്ത് അഫയേഴ്സിന്റെയും മേൽനോട്ടത്തിൽ കാസർഗോഡ് ജില്ലാ സെപക് താക്രോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ നടന്ന ജില്ലാതല അസ്മിത ലീഗ് സെപക് താക്രോ ടൂർണമെന്റിൽ ടീം ഇവന്റ്, സ്ക്വാഡ് ഇവന്റ്, രഘു, ഡബിൾ ഇവന്റുകളിലാണ് മത്സരങ്ങൾ നടന്നത്. കാസർഗോഡ് ജില്ലാതല അസ്മിത ലീഗ് ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സർ പറഞ്ഞു സ്ത്രീ ശാക്തീകരണം അല്ലേ, നമ്മളെന്നും മുമ്പിൽ തന്നെ നിൽക്കണം, ഒരുപടി മുന്നിൽ തന്നെ നമ്മളുണ്ടാവണം. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി ഇവരോട് നന്ദി പറയുകയാണ്. അതേപോലെ ഇന്നത്തെ ഈ ക്യാമ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ക്യാമ്പിലുടനീളം നിങ്ങൾ ഓരോരുത്തരും ഇരുന്നുകൊണ്ട് ഈ ക്യാമ്പ് പൂർണ്ണതയിലെത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം K മധുസൂദനൻ, സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബാബു, മുൻ ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ്, സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, ജില്ലാ ട്രഷറർ K സ്മിത, പരിശീലകൻ MDP ബഷീർ, ക്യാമ്പ് കോർഡിനേറ്റർ T ബാബു എന്നിവർ പ്രസംഗിച്ചു. 103 പെൺകുട്ടികൾ വിവിധ ടീമുകൾക്കായി മത്സരത്തിൽ പങ്കെടുത്തു. വിജയിച്ച ടീമുകൾക്ക് KK സതീഷ് ട്രോഫികൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൊഴുമൽ പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി പ്രദർശനവും സംവാദവും സംഘടിപ്പിച്ചു. വായനശാല അങ്കണത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കൊഴുമ്പൽ പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി പ്രദർശനവും സംവാദവും സംഘടിപ്പിച്ചു. കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം, സത്യജിത്ത് റോയ് ഇന്റർനാഷണൽ പുരസ്കാരം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ നേടിയ പ്രശസ്ത ഡോട്ട് ചിത്രകാരൻ സുരേഷ് അന്നൂരിന്റെ ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സംവാദവുമാണ് സംഘടിപ്പിച്ചത്. വായനശാല അങ്കണത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ചലച്ചിത്ര രംഗത്തേക്ക് കൂടി കടന്നു വന്ന് ആ മേഖലയിലും ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിത്വം MT അന്നൂര് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അന്നൂര് ഭാഗത്ത് അവിടുത്തെ സഞ്ജയൻ കലാസമിതി, അതോടൊപ്പം തന്നെ സത്യൻ മരിച്ച ഘട്ടത്തിൽ സത്യൻ്റെ പേരിൽ സത്യൻ ആർട്സ് ക്ലബ്ബ്, അതിലൂടെയെല്ലാം നാടകരംഗത്ത് ഇടപെട്ട് പ്രതിബന്ധങ്ങൾ, ഓർമ്മ ശരിയാണെങ്കിൽ അതാണെന്ന് തോന്നുന്നു, പ്രതിബന്ധങ്ങൾ എന്ന നാടകം അഭിനയിച്ച് പിന്നീട് സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരന് അപ്രാപ്യമായ ഒരു കാലത്ത്, അതെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം കരഗതമായിട്ടുള്ള ഒരു വലിയ മേഖല, ക്യാൻവാസ്, അത് സാധാരണക്കാരൻ ദൂരെ മാറി നിന്ന് നോക്കി നിന്ന ഒരു കാലത്ത്
ചടങ്ങിൽ പി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ MT അന്നൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. K. സന്തോഷ്, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, A. രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഈജിപ്ഷ്യൻ വിഭവമായ അലി മുതൽ ലുക്കൈമത്തും സ്നിക്കേഴ്സ് പുഡിങ്ങും ഉൾപ്പെടെ നൂതന വിഭവങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികൾ. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളാണ് പഠനത്തിനൊപ്പം പാചകത്തിൽ പുത്തൻ രുചികൾ ആവിഷ്കരിച്ചത്. സ്കൂളിലെ കലോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫൺ ബൈറ്റ് ഫുഡ് ഫെസ്റ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തീർത്തത് രുചിയുടെ വൈവിധ്യങ്ങളുടെ പെരുമഴയായിരുന്നു. ഡെസേർട്ട്, നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ്, സാലഡ് എന്നീ വിഭാഗങ്ങളിലായി 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന 32 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ബ്ലോഗറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജുമേല, ഗാർലിക് കിച്ചൺ ഷെഫ് സൈദ് മുഹസിൻ എന്നിവർ വിധികർത്താക്കളായി. മികച്ച മത്സരമാണ് കുട്ടികൾ കാഴ്ചവെച്ചതെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ഡെസേർട്ട് വിഭാഗത്തിൽ ഫിദ ഷാദിയ ടീമും, സ്നാക്സ് വിഭാഗത്തിൽ N സജ്ജ ഇഷാന ടീമും, സാലഡ് വിഭാഗത്തിൽ റിസ ഖദിജ ടീമും ജേതാക്കളായി. പഠന പഞ്ചായത്ത് അംഗം VK കുഞ്ഞബ്ദുള്ള സമ്മാനദാനം നിർവഹിച്ചു. പ്രഥമ അധ്യാപിക VK ശശികല അധ്യക്ഷത വഹിച്ചു. S ആയിഷ, CP വിദ്യ, P ഹരീന്ദ്രൻ, TV റോഷ്ന, P നഫീസത്ത്, N ഫർഹാന, S ജുവേരിയ, K നജീമ, P മനു, AG മുസ്തഫ, പ്രകാശൻ K, N നിഷ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരങ്ങളിൽ പങ്കെടുത്ത 64 വിദ്യാർത്ഥികൾക്കും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രോത്സാഹന സമ്മാന വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷം ഫെബ്രുവരി 12 മുതൽ 16 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷം ഫെബ്രുവരി 12 മുതൽ 16 വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 വൈകിട്ട് 4:30 കിഴക്കേക്കര LP സ്കൂൾ പരിസരത്തു നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി 7:30 കോഴിക്കോട് സങ്കീർത്തന അവതരിപ്പിക്കുന്ന നാടകം ചിറക് അരങ്ങേറും. 13 ഉച്ചയ്ക്ക് 12:30 മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 7 കലാസന്ധ്യ. രാത്രി 8 സാംസ്കാരിക സമ്മേളനം പുരാവസ്തു വകുപ്പ്, തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. 14 ഉച്ചയ്ക്ക് 12:30 മുതൽ പ്രസാദ ഊട്ട്, രാത്രി 8 സിത്താര ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള അരങ്ങേറും. മഹാശിവരാത്രി ദിനമായ 15 രാവിലെ മുതൽ ക്ഷേത്രാചാര്യൻ നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാകർമ്മങ്ങൾ. 8:30 രമേശൻ പെരിന്തട്ട നയിക്കുന്ന പയ്യന്നൂർ രാഘലയം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള അരങ്ങേറും. സമാപന ദിവസമായ 16 പുലർച്ചെ 12 തായമ്പക, രാവിലെ 4 അരയാൽ തറയ്ക്ക് നൃത്തം, 5 അകത്തെഴുന്നള്ളിക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ P മധുസൂദനൻ, PK സുരേഷ്, രാജേഷ് മല്ലപ്പള്ളി, രാഘവൻ കടന്നപ്പള്ളി, NP കുഞ്ഞിക്കണ്ണൻ, KV മനോജ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.